ആ കളിക്കളങ്ങൾ ഇപ്പോഴും സജീവമാണ്, നേടിയതും പൊരുതിക്കേറിയതും. പരീക്ഷണങ്ങളെ ജയിക്കാൻ നമ്മളെ പഠിപ്പിച്ചവർ, അറിയാൻ അറിവ് പകരാൻ കഥ പറഞ്ഞു തന്ന കൂട്ടുകാരായവർ, മാറുന്ന കാലം, വേഗം, ലോകം ഒപ്പം മുന്നേറാൻ പ്രാപ്തരാക്കിയവർ. ഇനി ലൈവ് ക്ലാസുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെയും ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക് നല്ല പാഠങ്ങളുടെ കൂട്ടുകെട്ട്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനിയൊപ്പമുണ്ട് ഹോം സ്കൂൾ, where you learn best. ചില വഴികൾ നമ്മൾ മറക്കാറില്ല. ചില ചുവരുകൾ നമ്മൾ മായ്ക്കാറില്ല, ചില ചിത്രങ്ങളും. ആ കളിക്കളങ്ങൾ ഇപ്പോഴും സജീവമാണ്, നേടിയതും പൊരുതിക്കേറിയതും. പരീക്ഷണങ്ങളെ ജയിക്കാൻ നമ്മളെ പഠിപ്പിച്ചവർ. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഹായ്. സോ നമ്മൾ ഇന്ന് ഇംപ്രൂവ്മെൻറ്റ് നമ്മുടെ മാരത്തോൺ നടക്കുകയാണ്. ഇന്ന് നമ്മുടെ മാത്സ് ചാപ്റ്ററിൽ ഏത് ക്ലാസ്സാണ് വരുന്നത്, ലൈക്ക് ഏത് ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്? ഇന്ന് മാത്സ് ഇംപ്രൂവ്മെൻറ്റിൽ മാത്തമാറ്റിക്കൽ റീസണിങ്, അതായത് നമ്മുടെ 14th ചാപ്റ്ററിൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കും ഇന്നിവിടെ നടക്കുന്നത്. ക്ലിയർ? ഓക്കെ. സോ ആരൊക്കെയുണ്ട്? ഹായ് ഹായ് ചിക്കു, ഗുഡ് ഈവനിങ്. യെസ്, കഴിഞ്ഞ ക്ലാസ്സിലും കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറി ലൈക്ക് ഇൻറ്ററാക്ട് ചെയ്തൊരു ആളാണ് ചിക്കു. താങ്ക് യു. സോ ഇന്നും ക്ലാസ്സിൽ ഫുൾ ഉണ്ടാവണം, ക്ലാസ്സസിന് റിപ്ലൈ തരണം, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വി വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. ഓക്കെ. സോ നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഒരു 4 മാർക്സിനാണ് നമുക്ക് ഇതുവരെയുള്ള ലൈക്ക് നമ്മൾ ഇതിനു മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒരു 4 മാർക്സിനാണ് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നേക്കുന്നത്. ഓക്കെ. സോ 4 മാർക്സ് നമുക്ക് അധികം മെനക്കെടാണ്ട് കിട്ടുകയും ചെയ്യും ഈ ചാപ്റ്ററിൽ നിന്ന്. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആൻഡ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതായത് മിക്കതും കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അവിടെ വരുന്നുണ്ട്. ഓക്കെ. സോ നമുക്ക് അധികം എനർജി ഇൻവെസ്റ്റ് ചെയ്യാണ്ട് എന്നാൽ നമുക്കൊരു 4 മാർക്ക് സുഖമായിട്ട് മേടിക്കാനും പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ റീസണിങ്. ഓക്കെ. സോ എന്താണ് ഈ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത്? നമ്മൾ ഈ സ്പീഷീസ് ആസ് എ ഹോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹ്യൂമൻസിനെ മാറ്റി നിർത്തുന്നത്? റീസണിങ് പവർ ഉള്ളത് കൊണ്ട്, ഇസ്ന്റ് ഇറ്റ്? സോ അവിടെ ആ റീസണിങ് പവർ ഉള്ളത് കൊണ്ടാണ് ബാക്കി സ്പീഷീസിൽ നിന്നും ഹ്യൂമൻസ് വേറിട്ട് നിൽക്കുന്നത്. മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ 2 ടൈപ്പ് ഓഫ് റീസണിങ് ആണുള്ളത്. ഒന്ന് ഇൻഡക്റ്റീവ് റീസണിങ്ങും ഒന്ന് ഡിഡക്റ്റീവ് റീസണിങ്ങും. അതിൽ ഇൻഡക്റ്റീവ് റീസണിങ് ആണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ. സോ ഡിഡക്റ്റീവ് റീസണിങ് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഫസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്താണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? പറയാമോ? എന്താണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്? സെൻറ്റൻസ് എന്താണെന്ന് അറിയാം അല്ലേ? സോ ഒരു സെൻറ്റൻസ് എപ്പോഴാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആകുന്നത്? ആ സെൻറ്റൻസ് ഐദർ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫാൾസ് ആകുമ്പോഴാണ് അത് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആകുന്നത്. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? നമുക്ക് നോക്കാം എപ്പോഴാണ് ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ആകുന്നത്. സെൻറ്റൻസ് ഇസ് കോൾഡ് എ മാത്തമാറ്റിക്കലി acceptable statement if it is either true or false but not both. ഇത് രണ്ടും കൂടി ആവരുത്. ഒന്നെങ്കിൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ്ലി ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫോൾസ് ആയിരിക്കണം. അങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് വിത്ത് സ്മോൾ ലെറ്റർ PQR എന്നുള്ള രീതിയിലാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. സോ P2 is a prime number. 2 is a prime number.
ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ? അതെ, കാരണം ഇത് കംപ്ലീറ്റ്ലി ട്രൂ ആണ് അല്ലേ. ഇനി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, വേറൊരു സെൻറ്റൻസ് നോക്കാം. there is no open the door എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ഓപ്പൺ ദ ഡോർ എന്നുള്ള സെൻറ്റൻസ് എടുക്കാം. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഓപ്പൺ ദ ഡോർ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഇല്ല, ഇതൊരു കമാൻഡാണ് അല്ലേ. സോ കമാൻഡ് ഒരിക്കലും ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആകില്ല. അതേപോലെ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഒന്നും നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആകില്ല. കമാൻഡ്സ് വരില്ല, ക്വസ്റ്റ്യൻസ് വരില്ല, എക്സ്ക്ലമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊന്നും നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ദെൻ ഇപ്പം നമുക്ക് there are 35 days in a month എന്നുള്ളൊരു സെൻറ്റൻസ് എടുക്കാം. there are 35 days in a month. ഈ സെൻറ്റൻസ് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ ഒന്ന് പറയാമോ? അതായത് there are 35 days in a month എന്നാണ് ഞാൻ കൊടുത്തേക്കുന്ന സെൻറ്റൻസ്. ഓക്കെ, ഈ സെൻറ്റൻസ് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ? അതെ, കാരണം എന്തുകൊണ്ടാണ് അത് ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്? ബിക്കോസ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫാൾസ് അല്ലേ. ഇത് ഫാൾസ് ആണ്. എപ്പോഴാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആകുന്നത്? ഈ പറയുന്ന പോലെ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ്ലി ട്രൂവോ കംപ്ലീറ്റ്ലി ഫോൾസോ ആകുമ്പോഴാണ് ഒരു സെൻറ്റൻസ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്. ഈ സിറ്റുവേഷൻ നമ്മുടെ സെക്കൻഡ് സെൻറ്റൻസ് എടുക്കുമ്പോൾ there are 35 days in a month അത് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. സോ അതുകൊണ്ട് ഈ സെൻറ്റൻസ് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ടുഡേ ഈസ് ഫ്രൈഡേ, ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ ഒന്ന് പറയാമോ? ഇസ് ദിസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്? ടുഡേ ഈസ് ഫ്രൈഡേ ഒരു സെൻറ്റൻസ് എപ്പോഴാണ് സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്? അത് കംപ്ലീറ്റ്ലി ട്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫോൾസ് ആകണം. ഇതൊരു സെൻറ്റൻസ് ആണോ? സ്റ്റേറ്റ്മെൻ്റ് ആണോ? മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ? ടുഡേ ഈസ് ഫ്രൈഡേ. ഈ ടുഡേ ഈസ് ഫ്രൈഡേ ഈ പറയുന്ന സെൻറ്റൻസ് ട്രൂ ആകുന്നത് ഫ്രൈഡേകളിൽ മാത്രമാണ്. ബാക്കിയുള്ള ഡേയ്സിൽ ഇത് ട്രൂ ആണോ? അല്ല. സോ ഇങ്ങനെ അതായത് ടൈം ബേസ്ഡ് വരുന്ന സെൻറ്റൻസസ് ഒന്നും നമുക്ക് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ മഹേഷ് ഉത്തരം പറയുന്നു, ശ്രീജ ഉത്തരം പറയുന്നു. സോ ദിസ് ഈസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. സോ നെക്സ്റ്റ്, ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് അതിൻ്റെ നെഗേഷൻ നോക്കിയാലോ. വാട്ട് ഈസ് എ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹായ് ശരത്. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ എന്താണ്? എപ്പോഴാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ ആകുന്നത്? നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഡിനയൽ എടുക്കുമ്പോഴാണ് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ ആകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം ഡെഫിനേഷൻ നോക്കാം. ഡിനയൽ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് പി ഇസ് കോൾഡ് ഇറ്റ്സ് നെഗേഷൻ. ആൻഡ് അതെങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നോട്ട് പി എന്നാണ്. സോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? നോട്ട് പി. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? സോ ഡിനയൽ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് പി ഇസ് കോൾഡ് ദ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, 3 is a prime number. ഓക്കെ, ഇതിൻ്റെ നെഗേഷൻ എന്തായിരിക്കും? 3 is a prime number. 3 is not a prime number അല്ലേ? സോ ഇതിൻ്റെ നെഗേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോട്ട് പി എന്നുള്ള രീതിയിലാണ്. സോ 3 is not a prime number. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് നെഗേഷൻ പി അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ക്ലിയർ ആയോ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ദെൻ വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം, വേറൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി നോക്കാം. ദാറ്റ് ഈസ് 5 is not a prime number. 5 is not a prime number. അങ്ങനെയെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എന്തായിരിക്കും പറയാമോ? 5 is not a prime number. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി നോക്കി 3 is a prime numberൻ്റെ നെഗേഷൻ 3 is not a prime number. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 5 is not a prime number എന്നാണ് അല്ലേ? അങ്ങനെയെങ്കിൽ അതിൻ്റെ നെഗേഷൻ എന്തായിരിക്കും? നെഗേഷൻ ക്യൂ എന്തായിരിക്കും? 5 is a prime number എന്ന് വരും. Isn't it? So 5 is a prime number. Clear? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്താലോ. നെക്സ്റ്റ് വിൽ ബി ലുക്കിംഗ് ഇൻ ടു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത്
കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ്, അതായത് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടി നമ്മൾ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്യും. നമുക്ക് നോക്കാം എന്താ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. വിത്ത് എക്സാമ്പിൾ വിൽ ബി ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more സ്റ്റേറ്റ്മെൻറ്റ്സ്. രണ്ടിലധികം സ്റ്റേറ്റ്മെൻറ്റ്സോ കമ്പൈൻ ചെയ്ത് നമ്മൾ ഫോം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്തല്ലേ നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. ആ കുഞ്ഞു അല്ലെങ്കിൽ ആ പറഞ്ഞ രണ്ടിലധികമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്നത് കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് എപ്പോഴാണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യുന്നത്? രണ്ടിലധികമോ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ആ അതായത് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. വൺസ് അഗൈൻ, എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഹിയർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൾഡ് കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. 2 is a സ്റ്റേറ്റ്മെൻറ്റ് P എടുക്കുന്നു. 2 is a factor of 6. 2 is a factor of 6. നമ്മൾ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു where 3 is a factor of 6. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു ഇത് രണ്ടും കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്കൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യാൻ പറ്റുമോ? 2 രീതിയിൽ ഫോം ചെയ്യാം. P or Q എന്നുള്ള രീതിയിൽ ഫോം ചെയ്യാം. അതായത് അപ്പോൾ എങ്ങനെ വരും? അതായത് സ്റ്റേറ്റ്മെൻറ്റ് P എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 is a factor of 6 എന്നും സ്റ്റേറ്റ്മെൻറ്റ് Q 3 is a factor of 6 എന്നും. ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ P or Q എന്ന രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? 2 or 3 is a factor of 6 എന്ന് വരും അല്ലേ? വേറൊരു രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്യാലോ. P and Q എന്ന രീതിയിലും കമ്പൈൻ ചെയ്യാം. സോ 2 and 3 are factors of 6 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇത് രണ്ടുമാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഏതൊക്കെ കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ്? 2 is a factor of 6 എന്നും 3 is a factor of 6 എന്നും ഉള്ള 2 കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്താണ് നമ്മളിവിടെ 2 കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ നൗ നമ്മളിവിടെ കണ്ടു P or Q അല്ലേ? അതായത് ഇവിടെ നമ്മൾ ഫോം ചെയ്ത കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു കണക്റ്റീവ് യൂസ് ചെയ്താണ് നമ്മളിവിടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്തേക്കുന്നത് അല്ലേ? ആ കണക്റ്റീവ്സ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾ 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കിയത്? കണക്റ്റീവ്സ് യൂസ് ചെയ്ത്. സോ ഇവിടെ ഏത് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്താൽ ആണ് നമ്മൾ അതിനെ കണക്ട് ചെയ്തത്? ഓറും ആൻഡും അല്ലേ? 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ 2 കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്തു. അവിടെ നമ്മൾ യൂസ് ചെയ്ത കണക്റ്റീവ്സ് ഓറും ആൻഡുമാണ്. സോ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഓറോ ആൻഡോ ഉണ്ടെങ്കിൽ വി കുഡ് മേക്ക് എ കൺക്ലൂഷൻ ദാറ്റ് എന്താണ് അതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന്. അതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ഇനി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇനിയുള്ള സ്ലൈഡ് വരുമ്പോൾ വിൽ ബി ഡിസ്കസിങ് ദെയർ. ഓക്കെ, സോ നെക്സ്റ്റ് വിൽ ബി ലുക്കിംഗ് ഇൻ ടു ട്രൂത്ത് വാല്യൂ ഓഫ് ആൻഡ്. ആൻഡ് എങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻ? ഇങ്ങനെയാണ് ആൻഡിൻ്റെ നൊട്ടേഷൻ. സോ നമുക്ക് ഇപ്പോൾ എടുത്ത എക്സാമ്പിൾ തന്നെ ഒന്നുകൂടി എടുക്കാം. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് P 2 is a factor of 6 and statement Q 3 is a factor of 6. So P and Q അതിൻ്റെ നൊട്ടേഷൻ എങ്ങനെ വരും? P and Q സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? 2 and 3 are factors of 6 എന്ന് വരും. Isn't it? 2 and 3 are factors of 6. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അത് 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യുന്നത്? ആൻഡ് വെച്ച്. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കണക്റ്റീവ് എന്താണ്? ആൻഡ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? സോ 2 is a factor of 6 is one of the component statement and Q where 3 is a factor of 6 is the another component statement. ഈ 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മളൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്തു. അവിടെ യൂസ് ചെയ്ത കണക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്തേക്കുന്നത്? 2 and 3 are factors of 6. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ നോക്കും. സോ ട്രൂത്ത് വാല്യൂവിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ എടുത്ത അതേ എക്സാമ്പിൾ എടുക്കാം. P and Q. ഓക്കെ,
Okay, statement P, 2 is a factor of 6 and Q, 3 is a factor of 6. Okay? In truth value like നോക്കുമ്പോൾ statement P correct ആണ്, statement Q correct ആണ്. അങ്ങനെയെങ്കിൽ P and Q correct ആയിരിക്കുമോ? Yes, it's true. അല്ലേ? അതായത് P and Q ഇവിടെ നോക്കിക്കേ, 2 is a factor of 6, 3 is a factor of 6. അത് combine ചെയ്ത് P and Q. That means P and Q statement എന്തായിരിക്കും? 2 and 3 are factors of 6. ആ statement correct അല്ലേ? Okay? So if statement P is true, Q is true, then P and Q was true. Clear? Then next scenario, statement P correct ആണ്, statement Q false ആണ്. So നമുക്ക് example 4 എന്ന് എടുക്കാം അല്ലേ? statement P correct ആണ്, statement 4 like P true ആണ്, statement Q false ആണ്. That means 2 is a factor of 6 and 4 is a factor of 6. അപ്പോൾ P and Q എന്ന് വരുമ്പോൾ എങ്ങനെയാ? 2 and 4 are factors of 6. 2ഉം 4ഉം ആറിൻ്റെ ഫാക്ടേഴ്സ് ആണോ? അല്ല. അതായത് ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടീഷനും ട്രൂ ആയാലേ ആൻഡ് എന്നുള്ളതിൻ്റെ കണ്ടീഷൻ കറക്റ്റ് ആവുള്ളൂ അല്ലേ? അതായത് സ്റ്റേറ്റ്മെൻറ്റ് പിയും ക്യൂവും ട്രൂ ആയാൽ മാത്രമാണ് പി ആൻഡ് ക്യൂ ട്രൂ ആവുന്നത്. നമ്മൾ സെക്കൻഡ് എടുത്ത സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ട്രൂ ആണ്, ക്യൂ ഫോൾസ് ആണ്. അങ്ങനെയെങ്കിൽ പി ആൻഡ് ക്യൂ ട്രൂ ആകുമോ? ഇല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫാൾസ്. നെക്സ്റ്റ്, പി ഈസ് ഫാൾസ്, ക്യൂ ഈസ് ട്രൂ, ദെൻ പി ആൻഡ് ക്യൂ ഈസ് ഫാൾസ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പി ഫാൾസ് ആണ്. നമുക്ക് തിരിച്ചെടുക്കാം. 4 is a factor of 6 and 2 is a factor of 6. Statement P നമ്മൾ എടുത്തിരിക്കുന്നത് 4 is a factor of 6. ആ സ്റ്റേറ്റ്മെൻറ്റ് false ആണ്. ഓക്കെ, ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് Q 2 is a factor of 6. സോ ഇവിടെ P false ആണ്, Q true ആണ്. അങ്ങനെയെങ്കിൽ P and Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? 4 and 2 are factors of 6. 4ഉം 2ഉം ആറിൻ്റെ ഫാക്ടേഴ്സ് ആണോ? അല്ല, 2 മാത്രമേ അവിടെ വരുള്ളൂ. സോ P and Qൻ്റെ എന്തായിരിക്കും അവിടെ ട്രൂത്ത് വാല്യൂ വരിക? ഇറ്റ് വിൽ ബി false. ഓക്കെ, next scenario, P is false, Q is false. So 4 is a factor of 6, 5 is a factor of 6. P ഉം false ആണ്, Q ഉം false ആണ്. അങ്ങനെയെങ്കിൽ P and Q false ആയിരിക്കോ, ട്രൂ ആയിരിക്കോ? അതെ, എക്സാമ്പിൾ തന്നെ നോക്കാം. 4 is a factor of 6, false ആണ്, തെറ്റാണ്. 5 is a factor of 6, അതും തെറ്റാണ്. അതായത് 4ഉം 5ഉം 6ൻ്റെ ഫാക്ടേഴ്സ് ആണോ? അല്ല. സോ ഇറ്റ് വിൽ ബി ഫാൾസ്. അതായത് P and Qൻ്റെ ട്രൂത്ത് വാല്യൂ എടുക്കുമ്പോൾ ഏത് കണ്ടീഷനിൽ മാത്രമേ പി ആൻഡ് ക്യൂ ട്രൂ ആകുള്ളൂ? only in the case where both the component statements are true. രണ്ട് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആകുന്ന ഒരൊറ്റ സിനാരിയോയിൽ മാത്രമാണ് പി ആൻഡ് ക്യൂ ട്രൂ ആകുന്നത്. either of the statement or if both the statements are false, then P and Q is false. Clear ആയോ? Hi everyone, അഖില, ഗോകുൽ, വിഷ്ണു, ഹേസൽ, good evening. മനസ്സിലായോ? ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആൻഡ് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും കണക്റ്റീവ് ആൻഡ് ആയിരിക്കണമെന്നുണ്ടോ? നമ്മൾ പറഞ്ഞു നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റീവ്, അതിനകത്ത് നമ്മൾ രണ്ട് കണക്റ്റീവ്സാണ് പഠിച്ചിരിക്കുന്നത്, ആൻഡും ഓറും. അപ്പോൾ എവിടെയൊക്കെ ആൻഡ് കണ്ടാലും എല്ലായിടത്തും ഓറ് കണ്ടു കഴിഞ്ഞാലും അത് കണക്റ്റീവ് ആൻഡ് ആയിരിക്കുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, റാം and Raj are friends. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നു. ഓക്കെ, റാം ആൻഡ് രാജ് ആർ ഫ്രണ്ട്സ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ആൻഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കണക്റ്റീവ് ആൻഡ് ആണോ? ഒന്ന് പറയാമോ? ഇതൊരു കണക്റ്റീവ് ആൻഡ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? അതായത് കണക്റ്റീവ് ആൻഡ് ആകണമെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. റാം ആൻഡ് രാജ് ആർ ഫ്രണ്ട്സ്, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദിസ് ആൻഡ് ഇസ് നോട്ട് എ കണക്റ്റീവ് ആൻഡ്. സോ എല്ലാ ആൻഡുകളും കണക്റ്റീവ് ആൻഡ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ശ്രീജ ആൻസർ പറഞ്ഞു, ഹൈസൽ ആൻസർ പറഞ്ഞു, നോ. സോ ദിസ് ഇസ് നോട്ട് എ കണക്റ്റീവ് ആൻഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നൗ we'll be moving on to next, that is truth value of OR. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 8 is a multiple of 4 and 8 is a multiple of 2. Okay, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ എടുക്കുകയാണ്. 8 is a multiple of 4 എന്നും 8 is a multiple of 2 എന്നുള്ള രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്.
അങ്ങനെയെങ്കിൽ ഓർ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമ്മൾ ഫോം ചെയ്യും? ഈ രണ്ട് കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഓർ എന്ന് പറയുന്ന കണക്റ്റീവ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക? ഇതിൻ്റെ നൊട്ടേഷൻ വരുന്നത് പി ഓർ ക്യൂ. സോ ദിസ് ഇസ് എ നൊട്ടേഷൻ ഫോർ ഓർ. ഓക്കെ, സോ പി ഓർ ക്യൂ എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക? 8 is a multiple of 4 or 2 എന്ന് വരും. ക്ലിയർ? 8 is a multiple of 4 or 2. ഓക്കെ, ഇത് ആൻഡിലാണ് ഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിലോ ഇറ്റ് വിൽ ബി 8 is a multiple of 4 and 2 എന്ന് വന്നേനെ. ക്ലിയർ ആകുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഫോം ചെയ്യേണ്ടത് ഓർ എന്ന് പറയുന്ന കണക്റ്റീവ് ഉപയോഗിച്ചുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 8 is a multiple of 4 or 2 എന്നായിരിക്കും ഈ രണ്ട് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മളിവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ? ഇനി നമുക്ക് ഓറിൻ്റെ ട്രൂത്ത് വാല്യൂ നോക്കിയാലോ? അതിനുവേണ്ടി നമുക്കിപ്പോൾ എടുത്ത എക്സാമ്പിൾ തന്നെ ഒന്നുകൂടി നോക്കാം അല്ലേ? ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് പി 8 is a multiple of 4 and statement Q 8 is a multiple of 2 എന്ന് വന്നു. 1 by 1 സിനാരിയോ നമുക്ക് നോക്കാം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് പി ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ ട്രൂ ആണ്. അങ്ങനെയെങ്കിൽ പി ഓർ ക്യൂ ട്രൂ ആയിരിക്കുമോ? നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പി ഇവിടെ 8 is a multiple of 4. അതെ, ഇറ്റ്സ് ട്രൂ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ എന്താണ്? 8 is a multiple of 2. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് പി ഓർ ക്യൂ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും വരിക? 8 is a multiple of 4 or 2. 4ൻ്റെയോ 2ൻ്റെയോ മൾട്ടിപ്പിൾ ആണ് 2. ഏതിൻ്റെ ലൈക്ക് ഇവിടെ രണ്ട് കേസും, അതായത് 4 8 എന്ന് പറയുന്നത് 4ൻ്റെയും മൾട്ടിപ്പിൾ ആണ്, 2ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. സോ പി ഓർ ക്യൂവിൻ്റെ വാലിഡിറ്റി എന്താണ്? ട്രൂ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് കേസ് 8 is a multiple of 4. സെക്കൻഡ് കേസിൽ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് 8 is a multiple of 4 and 8 is a multiple of 5. പി ട്രൂ ആണ്, ക്യൂ ഫോൾസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ പി ഓർ ക്യൂ എന്തായിരിക്കും? ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. 8 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ പറയണു 8 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷേ അതാണ് സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് അല്ലേ? അപ്പോൾ പി ഓർ ക്യൂ എങ്ങനെയായിരിക്കും? 8 is a multiple of 4 or 5. 4ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾ ആണ് 8 അല്ലേ? അവിടെ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 8. ക്ലിയർ? സോ ഇവിടെ പി ഓർ ക്യൂ ട്രൂ ആയിരിക്കും. നെക്സ്റ്റ് സിനാരിയോ 8 is a multiple of 5 and Q എന്നുള്ളത് 8 is a multiple of 4 എന്ന് എടുക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് പി ഫോൾസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ ട്രൂ ആണ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് പി എങ്ങനെ നമ്മളെടുത്ത 8 is a multiple of 5 which is a false statement and സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ എങ്ങനെ നമ്മളെടുത്ത 8 is a multiple of 4 which is a true statement. അപ്പോൾ പി ഓർ ക്യൂ എങ്ങനെയായിരിക്കും അവിടെ വരിക? ഇറ്റ് വിൽ ബി 8 is a multiple of 5 or 4. അതായത് 5ൻ്റെയോ 4ൻ്റെയോ മൾട്ടിപ്പിൾ ആണ് 8. അതെ, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ പി ഓർ ക്യൂവിൻ്റെ വാലിഡിറ്റി ട്രൂ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ലാസ്റ്റ് സിനാരിയോ പിയും ഫോൾസ് ആണ്, ക്യൂവും ഫോൾസ് ആണ്. ദാറ്റ് മീൻസ് 8 is a multiple of 5 and 8 is a multiple of 7 എന്ന് എടുക്കാം. അതായത് പി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 8 is a multiple of 5 which is a false statement. Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 8 is a multiple of 7 that is also a false statement. So P or Q എന്തായിരിക്കും? 8 5ൻ്റെയോ 7ൻ്റെയോ മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ഇറ്റ് വിൽ ബി ഫോൾസ്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് എന്താ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴാണ് പി ഓർ ക്യൂവിൻ്റെ വാല്യൂ ലൈക്ക് ട്രൂത്ത് വാല്യൂ ഫോൾസ് ആകുന്നത്? only in the case where both the statement are false. ഓക്കെ, തന്നിരിക്കുന്ന രണ്ട് കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് പി ഓർ ക്യൂ ഫോൾസ് ആകുന്നത്. ഇഫ് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഐദർ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ദെൻ പി ഓർ ക്യൂ ട്രൂ ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? സോ ട്രൂത്ത് വാല്യൂ ഓഫ് ഓറും ട്രൂത്ത് വാല്യൂ ഓഫ് ആൻഡും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ? സോ മൂവിങ് ഫോർവേഡ് നൗ വിൽ ബി ലുക്കിംഗ് ഇൻ ടു ഓറിനകത്ത് തന്നെ ലൈക്ക് എക്സ്ക്ലൂസീവ് ഓർ, അതായത് രണ്ട് ടൈപ്പ് ഓഫ് ഓർ ഉണ്ട്, എക്സ്ക്ലൂസീവ് ഓറും ഇൻക്ലൂസീവ് ഓറും. നമ്മൾ ആൻഡിൻ്റെ കേസ് കംപ്ലീറ്റ്ലി നോക്കിക്കഴിഞ്ഞു, ഇനി ഓറിൻ്റെ കേസാണ്. സോ എക്സ്ക്ലൂസീവ് ഓർ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സ്ക്ലൂസീവ് ഓർ only one component statement can occur at a time. ഒരു എക്സാമ്പിൾ നോക്കിയാലോ? അതായത് ഓക്കെ, ഇൻ എ പ്ലെയിൻ a pair of lines are parallel or they are intersecting.
അതായത് ഒരു പ്ലെയിനിൽ നമ്മൾ പെയർ ഓഫ് ലൈൻസ് കൺസിഡർ ചെയ്യുന്നു. ഒന്നെങ്കിൽ അത് പാരലൽ ആകാം, അല്ലെങ്കിൽ അത് ഇൻ്റർസെക്റ്റിംഗ് ആവാം. ഇവിടുത്തെ കേസിൽ നമ്മളിപ്പോൾ ഒരു പെയർ ഓഫ് ലൈൻസ് എടുക്കുകയാണെങ്കിൽ അത് പാരലൽ ആവുകയാണെങ്കിൽ, ആ പെയർ ഓഫ് ലൈൻസ് പാരലൽ ആകുകയാണെങ്കിൽ അത് ഇൻ്റർസെക്റ്റിംഗ് ആവാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. സോ പാരലൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് എന്നുള്ള ഓപ്ഷനെ നമ്മളവിടെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. സപ്പോസ് ഇപ്പോൾ എടുത്ത പാരലൽ ലൈൻ, ഇപ്പോൾ എടുത്ത പെയർ ഓഫ് ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ പാരലൽ എന്നുള്ള ഓപ്ഷനെ എക്സ്ക്ലൂഡ് ചെയ്യുകയല്ലേ. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓർ എന്താണ്? എക്സ്ക്ലൂസീവ് ഓർ ആണ്. ക്ലിയർ? ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ എക്സ്ക്ലൂഡിങ് അല്ലെങ്കിൽ ആ ടേം യൂസ് ചെയ്തത്. അതായത് നമ്മൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ മറ്റതിനെ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എക്സ്ക്ലൂസീവ് ഓർ. ഓൺലി വൺ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഒക്കർ അറ്റ് എ ടൈം. ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ കറക്റ്റ് ആകുള്ളൂ. ഓക്കെ. Another example, a student can choose Malayalam or Hindi as second language. Okay. ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതായത് നമ്മളും ഇതേപോലെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തല്ലേ ഇവിടെ നിൽക്കുന്നത്. അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഒന്നെങ്കിൽ മലയാളം എടുക്കാം, അല്ലെങ്കിൽ ഹിന്ദി എടുക്കാം. ഹിന്ദി എടുക്കുന്ന കുട്ടിക്ക് മലയാളം എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുട്ടിക്ക് ഹിന്ദി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സോ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓർ എന്താണ്? എക്സ്ക്ലൂസീവ് ഓർ ആണ്. ക്ലിയർ? നൗ വിൽ ബി ലുക്കിംഗ് ഇൻ ടു ഇൻക്ലൂസീവ് ഓർ. സോ എക്സ്ക്ലൂസീവ് ഓർ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇൻക്ലൂസീവ് ഓർ എന്താണെന്ന് നമുക്ക് ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ് ഇൻക്ലൂസീവ് ഓർ? ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഇൻക്ലൂസീവ് ഓർ ബോത്ത് ദ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ഒക്കർ അറ്റ് ദ സെയിം ടൈം. അതായത് ആ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആവാൻ അറ്റ് ദ സെയിം ടൈം ആ രണ്ട് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ, ടു എൻറ്റർ എ കൺട്രി you need a passport or voter ID. നമുക്ക് വേറൊരു കൺട്രിയിൽ എൻറ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് ഒന്നുകിൽ പാസ്പോർട്ട് വേണം, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി വേണം. എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, ഓക്കെ. എനിക്ക് വോട്ടർ ഐ ഡി ഉണ്ട്. പാസ്പോർട്ടും ഉണ്ട്, വോട്ടർ ഐ ഡി ഉണ്ട്. വോട്ടർ ഐ ഡി ഉള്ളത് കൊണ്ട് എനിക്ക് ലൈക്ക് പാസ്പോർട്ട് കാണിച്ച് ഞാൻ ആ കൺട്രിയിൽ എൻ്റർ ചെയ്യുകയാണ്. പക്ഷേ വോട്ടർ ഐ ഡി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ആ കൺട്രിയിൽ എൻ്റർ ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. പാസ്പോർട്ട് ഉണ്ടെങ്കിലും വോട്ടർ ഐ ഡി ഉണ്ടെങ്കിലും, സപ്പോസ് എനിക്കിത് രണ്ടും ഉണ്ടെങ്കിലും എനിക്ക് ആ കൺട്രിയിൽ എൻ്റർ ചെയ്യാൻ പറ്റും. സോ അറ്റ് ദ സെയിം ടൈം ബോത്ത് ദ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഒക്കറിങ്, അല്ലേ? അതായത് പാസ്പോർട്ടും വോട്ടർ ഐ ഡി ഉണ്ടെങ്കിലും എനിക്ക് ആ കൺട്രിയിൽ എൻ്റർ ചെയ്യാൻ അവിടെ ഇഷ്യൂ ഇല്ല. ഇപ്പോൾ വോട്ടർ ഐ ഡി മാത്രമേ ഉള്ളൂ എങ്കിലും എനിക്ക് അവിടെ എൻ്റർ ചെയ്യാം. പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ അവിടെയും അങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റർ ചെയ്യാം. ഇത് രണ്ടും എനിക്കുണ്ടെങ്കിലും ആ കൺട്രിയിൽ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. Clear? Okay. So moving forward, now we'll be looking into quantifiers. എന്താണ് ക്വാണ്ടിഫയേഴ്സ്? ക്വാണ്ടിഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫ്രേസസ് ആണ്. അതായത് there existും for all എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ആ ഫ്രേസസ് വരുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. there exists a natural number where its square is even. എന്താ ഇതിനർത്ഥം? അതായത് ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ക്വയർ ഈവൻ ആണ്. ഒരു എക്സാമ്പിൾ പറയാമോ? ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്, അതിൻ്റെ സ്ക്വയർ ഈവൻ ആകുന്ന ഒരു നാച്ചുറൽ നമ്പർ 2 എടുക്കാം. 2 ഇസ് എ നാച്ചുറൽ നമ്പർ, അതിൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഈവൻ, അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? there exists a natural number where its square is even. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ for all അല്ലെങ്കിൽ for every, ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്ത് കാണാറുണ്ട്. ഓക്കെ. So for every or for all natural numbers n square is even. എല്ലാ നാച്ചുറൽ നമ്പറും n എന്ന് പറയുന്ന എല്ലാ നാച്ചുറൽ നമ്പറിനും n സ്ക്വയർ ഈവൻ ആണ്. ഇത് ശരിയാണോ? നോക്കിക്കേ. അതായത് n എന്ന് പറയുന്നത് 2 എടുക്കുകയാണെങ്കിൽ ഓക്കെ, n സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 4. n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ എന്നാണ് പറയണേ. n എന്ന് പറയുന്നത് ഞാൻ 3 എടുക്കുമെന്ന് എഴുതുകയോ, അതായത് ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. n എന്ന് പറയുന്ന 3 ആണ്, വിച്ച് ഇസ് എ നാച്ചുറൽ നമ്പർ. n സ്ക്വയർ എന്തായിരിക്കും? n സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 9. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? അല്ല, ഇത് ഫോൾസ് ആണ്. സോ ഫോർ എവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലുള്ള എല്ലാ നമ്പേഴ്സും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലിയർ ആകുന്നുണ്ടോ? ഫോർ എവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഈ n സ്ക്വയർ ഇസ് ഈവൻ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിവിടെ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് ഫോൾസ്.
ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, there exists എന്നുള്ള നോക്കിക്കേ, there exists a natural number where its square is even. അതായത് ഈ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു നമ്പർ എങ്കിലും മതി where its square is even. അങ്ങനെയെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? there exists for every. there exists എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ object or one of the item in like one of the number in this set of natural numbers ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. പക്ഷേ രണ്ടാമത്തേലോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലെ എല്ലാ നമ്പേഴ്സിൻ്റെയും n സ്ക്വയർ ഈവൻ ആയിരിക്കണം. അങ്ങനെയാണോ? അല്ല. സോ ദിസ് ഇസ് ഫാൾസ്. സോ ഫോർ എവറി എന്ന് പറയുമ്പോൾ ആ സെറ്റ് ഓഫ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സെറ്റിലെ എല്ലാ നമ്പേഴ്സിനും അത് ലൈക്ക് അപ്ലിക്കബിൾ ആണ്. എന്നാൽ there exists എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ നമ്പർ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ക്ലിയർ? ഇതാണ് ക്വാണ്ടിഫയേഴ്സ്. ഓക്കെ, നൗ വിൽ ബി ലുക്കിംഗ് ഇൻ ടു ഇംപ്ലിക്കേഷൻസ്. സോ ഇംപ്ലിക്കേഷൻസ് വളരെ എളുപ്പമായിട്ടുള്ളൊരു പോർഷനാണ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓഫ് ദ ഫോം if then only if and only if സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓഫ് ദ ഫോം if then only if and only if. ഓക്കെ, ഈ ഫോമിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെയും വൺ ബൈ വൺ ആയിട്ട് നോക്കിയാലോ. ആൻഡ് വൺ മോർ തിങ്, ഇംപ്ലൈസ് എന്നുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? സോ നമുക്ക് നോക്കാം. ഓക്കെ, 4 is a multiple of 2 and 4 is a even number. 4 is an even number. Okay, so 4 is a multiple of 2, 4 is an even number. Okay, 4 എന്ന് വേണ്ട, നമുക്ക് a number is a multiple of 2 എന്ന് എടുക്കാം, ജനറലി എടുക്കാം. A number is a multiple of 2, a number is an even number. A number is an even number. Okay, so P implies Q എങ്ങനെയായിരിക്കും? P implies Q എന്ന് വെച്ച് കഴിഞ്ഞാൽ this is how it is represented. P implies Q. If then ഫോമിൽ നമ്മൾ എങ്ങനെ P implies Q എഴുതും? If a number is a multiple of 2, then it is an even number. എങ്ങനെയാണ് നമ്മൾ if then സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഫോം ചെയ്തത്? നമ്മുടെ കയ്യിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് P where a number is a multiple of 2. നമ്മുടെ കയ്യിൽ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് Q where a number is an even number എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സോ P implies Q എങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുക? If a number is a multiple of 2, then it is an even number. So this is P implies Q ഫോമാറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ P implies Q എങ്ങനെ നമ്മൾ ചെയ്തത്? if then ഫോർമാറ്റാണ്. if P then Q അല്ലേ? ഇവിടെ എന്താ വന്നേക്കുന്നത്? if P then Q അല്ലേ? if a number is a multiple of 2, then it is an even number. This is how we will be forming a P implies Q statement. Okay, ഇനി നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ഒന്ന് നോക്കാം. അതായത് ട്രൂത്ത് ടേബിൾ ഓഫ് P implies Q. സ്റ്റേറ്റ്മെൻറ്റ് P ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് Q ട്രൂ ആണ്, then P implies Q ട്രൂ ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് P ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് Q ട്രൂ ആണ്, then P implies Q ട്രൂ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് സിനാരിയോ, സ്റ്റേറ്റ്മെൻറ്റ് P ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് Q ഫോൾസ് ആണ് എങ്കിൽ P implies Q ഫോൾസ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് P ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് Q ഫോൾസ് ആണ്, then P implies Q ഫോൾസ് ആണ്. ആൻഡ് ദ തേർഡ് സിനാരിയോ, സ്റ്റേറ്റ്മെൻറ്റ് P ട്രൂ ആണ്, ഓക്കെ, ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് Q ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് P ഫോൾസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് Q ട്രൂ ആണ്, then P implies Q എന്താണ്? ഇറ്റ് ഈസ് ട്രൂ. ഇറ്റ് ഈസ് ട്രൂ. ആൻഡ് ദ ലാസ്റ്റ് സിനാരിയോ, Pയും Qവും ഫോൾസ് ആണ്, അങ്ങനെയെങ്കിൽ P implies Q എന്താണ്? ഇറ്റ് വിൽ ബി ട്രൂ. സോ P implies Q എപ്പോൾ മാത്രമാണ് ഫോൾസ് ആകുന്നത്? P ട്രൂവും Q ഫോൾസും ആകുന്ന ഒരു ഒറ്റ സിനാരിയോയിൽ മാത്രമാണ് P implies Q ഫോൾസ് ആകുന്നത്. ക്ലിയർ? ഓക്കെ, now we'll be looking into contrapositive of P implies Q. P implies Q in the contrapositive എങ്ങനെയാണ്? സോ contrapositive ഉണ്ടാവും, നമ്മൾ കോൺവേഴ്സ് നോക്കാം. contrapositive എന്താണെന്ന് നോക്കാം. P contrapositive of
P implies Q is negation Q implies negation P. So P implies Q inde contrapositive എന്താണ്? Negation Q implies negation P. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. P implies Q എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. If you want to score, if you study well, then you will get full marks in the examination, full score in the examination. If you study well, then you will get full score in the examination. Okay, so ഇവിടെ if then statement ആണ് അല്ലേ? if then statement ആണ്. You study well എന്നുള്ളത് P എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും you will get full score in the examination എന്നുള്ളത് നമ്മുടെ Q സ്റ്റേറ്റ്മെൻറ്റും ആണ്. So if you study well, then you will get full score in the examination. നമ്മുടെ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? Qവിൻ്റെ negation, that means negation Q implies negation P. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് Q എന്താണ്? ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് Q എങ്ങനെയായിരിക്കും വരുന്നത്? You will get full score in the examination. അതിൻ്റെ negation എന്തായിരിക്കും? You will not get full score in the examination. അല്ലേ? That means negation Q implies negation P. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. നിനക്ക് മാർക്കൊന്നും വേണ്ട, എന്നാൽ നീ പഠിക്കണ്ട. സോ ആ രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നീ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്താ? നീ നന്നായി പഠിക്കണ്ട, എന്നാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടിയില്ല. ഓക്കെ, സോ ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ, ലൈക്ക് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പറഞ്ഞത്? If you are not getting full score in the examination, then you don't study well. അല്ലേ? That means if you അവിടെ negation Q എങ്ങനെയാണ് പറഞ്ഞത്? You will not get full score. You will not get full score. If you will not full score in the examination, full score in the examination if you not study well. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് എന്താണ് കോൺട്രാപോസിറ്റീവ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്? P implies Q ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഈ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ദാറ്റ് ഇസ് negation Q implies negation P. ഓക്കെ, ക്ലിയർ? മൂവിങ് ടു ദ നെക്സ്റ്റ്. അല്ല, കോൺട്രാപോസിറ്റീവ് ഓഫ് P implies Q ൻ്റെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ദാറ്റ് മീൻസ് കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് P implies Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ കോൺട്രാപോസിറ്റീവും സെയിം മീനിങ് ആണ് കൺവേ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് കോൺട്രാപോസിറ്റീവ് conveys same meaning. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിൾ തന്നെ ഒന്നുകൂടി നോക്കാം. അതായത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും, നല്ല മാർക്ക് വേണ്ടേ നീ നന്നായി പഠിക്കണ്ട. രണ്ടും കൺവേ ചെയ്യുന്ന ഒരേ മീനിങ് അല്ലേ? സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് കോൺട്രാപോസിറ്റീവ് കൺവേസ് ദ സെയിം മീനിങ്. ക്ലിയർ? ഓക്കെ, ദെൻ വിൽ ബി ലുക്കിംഗ് ഇൻ ടു കോൺവേഴ്സ് ഓഫ് P implies Q. P implies Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കോൺവേഴ്സ് എന്താണ്? Converse of P implies Q is simply Q implies P. Okay, P implies Q in the converse എന്താണ്? അതിൻ്റെ റിവേഴ്സ്, ദാറ്റ് ഇസ് Q implies P. നമുക്ക് P implies Q എടുക്കാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. 2, if a number is a multiple of 2, if a number is a multiple of 2, then it is even. Okay, so if a number is a multiple of 2, then it is even. Okay, converse of P implies Q എന്താണ്? Q implies P. Yes, Chiku. So ഈ തന്നിരിക്കുന്ന P implies Q ന്റെ converse അപ്പോൾ എങ്ങനെയായിരിക്കും? If a number is an even number, if a number is even, then it is a multiple of 2. അല്ലേ? അതായത് P implies Q ന്റെ converse എന്താണ്? Q implies P എന്നാണ്. Q implies P. ഇവിടുത്തെ നമ്മുടെ Q സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? A number is an even number എന്നാണ്. അല്ലേ? സോ
അതിൻ്റെ കോൺവേഴ്സ് Q implies P എങ്ങനെയായിരിക്കും? If a number is even, then it is a multiple of 2. സിമ്പിൾ അല്ലേ? If a number is even, then it is a multiple of 2. Clear? സോ ഇവിടെ നമ്മൾ പക്ഷേ കോൺവേഴ്സിൻ്റെ അതായത് P implies Qവിൻ്റെയും കോൺവേഴ്സിൻ്റെ മീനിങ് സെയിം ആകണം എന്നില്ല. ഈ സിറ്റുവേഷനിൽ സെയിം ആയി, പക്ഷേ അത് ജനറലി നമുക്ക് ലൈക്ക് കോൺട്രാ പോസിറ്റീവിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ കോൺട്രാ പോസിറ്റീവും സെയിം മീനിങ് ആണ് ഇംപ്ലൈ ചെയ്യുന്നത്. പക്ഷേ കോൺവേഴ്സിൻ്റെ കേസിൽ അതല്ല. ഈ എക്സാമ്പിളിൽ അത് സെയിം മീനിങ് ആണെങ്കിൽ പോലും ജനറലി നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദ കോൺവേഴ്സ് ഓഫ് P implies Q is Q implies P. നമുക്ക് എക്സാമിൽ ചില സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എഴുതാനും കോൺവേഴ്സ് എഴുതാനും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? നൗ വിൽ ബി ലുക്കിംഗ് ഇൻ ടു if and only if. നമ്മൾ പല കണ്ടീഷൻസ് പല തിയറോ നമ്മൾ if and only if എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. if and only ifൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, if n is an odd number, if n is odd, then n square is, okay, statement P, n is an odd number എന്ന് എടുക്കാം. Number n is odd. Okay, statement Q എടുക്കുന്നത് എങ്ങനെയാണ്? n square number n square is odd എന്ന് എടുക്കാം. Okay, n square is odd. So P if and only ifൻ്റെ എങ്ങനെയാണ് നൊട്ടേഷൻ വരുന്നത്? P if and only if Q. Okay, that means a number is odd if and only if n square is odd. എപ്പോഴാണ് if and only if കണ്ടീഷൻ ശരിയാകുന്നത്? P നമ്മൾ അസ്യൂം ചെയ്യും P ട്രൂ ആണ്, then Q ട്രൂ ആയേ പറ്റൂ. സിമിലർലി വിൽ ബി അസ്യൂമിങ് Q is true, then P should also be true. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് if and only if കണ്ടീഷൻ വരുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ n സ്ക്വയറും ഓടാണ്. തിരിച്ച് നോക്കിക്കേ, n സ്ക്വയർ ഓടാണെങ്കിൽ ആ നമ്പർ ഓടായിരിക്കില്ലേ? n എന്ന് പറയുന്ന നമ്പർ ഓടായിരിക്കില്ലേ? ഇല്ലേ? സോ നമുക്കിവിടെ if and only if കണ്ടീഷൻ യൂസ് ചെയ്യാം. എങ്ങനെയായിരിക്കും? നമ്പർ n is odd, small letter n is odd if and only if n square is odd. ഓക്കെ, അതായത് ഇവിടെ സിംപ്ലി വേറെ ഒന്നുമില്ല, P implies Qവും ട്രൂ ആണ്, Q implies Pയും ട്രൂ ആണ് എങ്കിൽ മാത്രമാണ് നമുക്ക് if and only if കണ്ടീഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ദാറ്റ് മീൻസ് if n is odd if and only if n square is odd. അതായത് n സ്ക്വയർ ഓഡ് ആണെങ്കിൽ n ഓഡാണ്, സിമിലർലി n ഓഡാണെങ്കിൽ n സ്ക്വയറും ഓഡാണ്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ if and only if യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ് നമുക്ക് വാലിഡിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റത്തെ ഒരു ടേബിളാണ്. ഇതും കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ലൈഡും കൂടിയുള്ളൂ. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ടു ബി വാലിഡ് ഓർ ഇൻവാലിഡ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിലാണ് നമ്മൾ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇൻവാലിഡ് എന്ന് പറയുമ്പോഴോ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആകുമ്പോഴാണ് ഇൻവാലിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ടു ബി വാലിഡ് ഓർ ഇൻവാലിഡ് അക്കോർഡിംഗ് ടു വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സോ നമ്മൾ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ലാസ്റ്റ് ഒരു ടേബിൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ if and only ifൻ്റെ ഒരു ടേബിളാണ്. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. P ട്രൂ ആണ്, Q ട്രൂ ആണ്, ദെൻ P ആൻഡ് Q ട്രൂ ആണ്, P ഓർ Q ട്രൂ ആണ്, ആൻഡ് P implies Qവും ട്രൂ ആണ്, P if and only if Qവും ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് P ട്രൂ ആണ്, Q ഫോൾസ് ആണ്, P ഓർ Qओ സോറി ഇത് ആൻഡ് ആണ്. സോ P ആൻഡ് Qओ P ആൻഡ് Q എപ്പോൾ മാത്രമേ ട്രൂ ആകുന്നുള്ളൂ? 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആകുന്ന ഒരു ഒറ്റ കണ്ടീഷനിൽ മാത്രമേ P ആൻഡ് Q ട്രൂ ആവുള്ളൂ. ഇവിടെ സെക്കൻഡ് സിനാരിയോയിൽ Q ഫോൾസ് ആണ്. സോ P ആൻഡ് Q എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും, P ഓർ Q എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും, P implies Q ഫോൾസ് ആയിരിക്കും, ആൻഡ് if and only if കണ്ടീഷൻ എപ്പോഴാണ്? അതും ഫോൾസ് ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് കേസ് P ഫോൾസ് ആണ്, Q ട്രൂ ആണ്, P ആൻഡ് Q ഫോൾസ് ആണ്, P ഓർ Q ട്രൂ ആണ്, ദെൻ P implies Q എന്താണ്? ഇറ്റ് ഈസ് ട്രൂ, ദെൻ P if and only if Q false ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കേസ് P false ആണ്, Q false ആണ്, P ആൻഡ് Q എന്താണ്? false ആണ്. P or Q false ആണ്, ദെൻ P implies Q ട്രൂ ആണ്, ആൻഡ് P if and only if Q ട്രൂ ആണ്.
ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നൗ we'll be looking into the most important method, that is contradiction method. നമ്മൾ ഓൾറെഡി പല തിയറവും പ്രൂഫ് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞു. സോ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും പല ക്വസ്റ്റ്യൻസിൻ്റെ ചിലപ്പം കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് മാത്രം ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിലും കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയുന്നത്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ എന്താണ്, അതായത് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നറിയോ? ഫസ്റ്റ് വി വിൽ അസ്യൂം ദാറ്റ് നോട്ട് പി ഇസ് ട്രൂ. ഓക്കെ, അതായത് പിയുടെ നെഗേഷൻ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെ അസ്യൂം ചെയ്ത് വി വിൽ ബി റീച്ചിങ് അറ്റ് സം കൺക്ലൂഷൻ, സം റിസൾട്ട്സ്, and that contradicts our assumption. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ അസംഷൻ കോൺട്രഡിക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ അസ്യൂം ചെയ്തത് നോട്ട് പി ട്രൂ ആണെന്ന്. സോ നോട്ട് പി ട്രൂ അല്ല, വിച്ച് മീൻസ് പി ഇസ് ട്രൂ എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ പ്രൂഫുകളിൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ എന്താ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്? നോട്ട് പി, അതായത് നമുക്ക് വി നീഡ് ടു പ്രൂവ് സം സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. സോ അതിന് നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നത്, നമ്മുടെ മെത്തേഡിൽ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നത് നോട്ട് പി ട്രൂ ആണെന്ന് എടുക്കും. നോട്ട് പി ട്രൂ ആണെന്ന് എടുത്ത് നമ്മൾ സോൾവ് ചെയ്ത് റിസൾട്ടിലെത്തുമ്പോൾ ആ റിസൾട്ട് നമ്മുടെ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും നമ്മുടെ അസംഷൻ തെറ്റാണ്, വിച്ച് മീൻസ് നോട്ട് പി എന്നുള്ളത് ട്രൂ അല്ല. അതിനർത്ഥം എന്താ? പി ട്രൂ ആണെന്നുള്ള കറക്റ്റ് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്താലോ? സോ വി നീഡ് ടു പ്രൂവ് ദാറ്റ് √2 ഇസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം യൂസിങ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഓക്കെ, ഇത് പരീക്ഷാ പേപ്പറിൽ √2, √5, √7 എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ √2, അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? √2 ഇസ് ഇറാഷണൽ എന്നാണ്, അല്ലേ? നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇനി √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് വി വിൽ അസ്യൂം ദാറ്റ് നോട്ട് പി ഇസ് ട്രൂ, അല്ലേ? വി വിൽ അസ്യൂം ദാറ്റ് നോട്ട് പി ഇസ് ട്രൂ. നോട്ട് പി ഇസ് ട്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? ദാറ്റ് മീൻസ് √2 ഇസ് റാഷണൽ, അല്ലേ? നോട്ട് പി എന്ന് പറഞ്ഞാൽ എന്താ? √2 ഇസ് റാഷണൽ എന്ന് എടുക്കും. നമുക്കറിയാം ഒരു നമ്പർ റാഷണൽ ആണെങ്കിൽ എന്താണ്? ഇഫ് √2 ഇസ് റാഷണൽ മീൻസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് a/b, വെയർ a ആൻഡ് b ആർ ഇന്റീജേഴ്സ്, b നോട്ട് ഈക്വൽ ടു 0, ആൻഡ് എക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. വെയർ a ആൻഡ് b ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്, അല്ലേ? വെയർ a and b have no common factors other than 1, അല്ലേ? No common factors. അത് അണ്ടർസ്റ്റുഡ് ആണ്, 1 ഒരു കോമൺ ഫാക്ടർ ആണെന്ന്, അല്ലേ? സോ നോ കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1. ഓക്കെ, ദാറ്റ് മീൻസ് √2 ഇസ് ഈക്വൽ ടു a/b എന്ന് പറയുന്ന ഫോമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ ബീനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? a ഇസ് ഈക്വൽ ടു √2b എന്ന് കിട്ടും. സ്ക്വയർ ചെയ്യുമ്പോഴോ? സ്ക്വയർ ചെയ്യുമ്പോൾ ഓൺ സ്ക്വയറിംഗ് വാട്ട് വി വിൽ ബി ഗെറ്റിംഗ്? On squaring we will be getting a square is equal to 2b square എന്ന് കിട്ടും, അല്ലേ? സോ a square is equal to 2b square എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? 2 divides a എന്നല്ലേ? 2 divides a, or 2 divides a square means 2 divides a, അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിട്ടിരിക്കട്ടെ. That means a is a multiple of 2, isn't it? That means a can be written as a multiple of another number. Multiple of 2. So ഇവിടെ ഞാൻ a-നെ 2 times c എന്ന് എഴുതണം, where c is an another integer. Okay, ഇനി ആ a is equal to 2c-നെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്താലോ? ഓൺ സ്ക്വയറിംഗ് a square is equal to 4c square എന്ന് വന്നു, കറക്റ്റ്? ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? a square is equal to 2b square എന്നും ഇവിടെ നമുക്കിപ്പോൾ എന്താ കിട്ടുന്നത്? a square is equal to 4c square എന്നും. രണ്ട് ഇക്വേഷൻ്റെയും LHS സെയിം അല്ലേ? സോ വി കുഡ് ഇക്വേറ്റ് ദ RHS, അല്ലേ? ദാറ്റ് മീൻസ് 2b square is equal to 4c square, or b square is equal to 2c square. b square is equal to 2c square എന്ന് വെച്ച് കഴിഞ്ഞാൽ
2 divides b square. 2 b സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? 2 divides b also അല്ലേ? 2 divides b also. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? 2 divides a എന്നും 2 divides b എന്നും വന്നു. അതിനർത്ഥം എന്താണ്? എയ്ക്കും ബിക്കും 2 കോമൺ ഫാക്ടർ എന്നല്ലേ? നമ്മൾ ഇവിടെ എടുത്തത് എന്താണ്? നമ്മുടെ അസംഷൻ എന്തായിരുന്നു? എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. സോ നമ്മൾ അസ്യൂം ചെയ്തു നോട്ട് പി എന്ന് പറയുന്നത് ട്രൂ ആണ്. നമ്മൾ സോൾവ് ചെയ്ത്, അതായത് നോട്ട് പി ട്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വി ആർ അസ്യൂമിങ് ദാറ്റ് വെയർ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് അല്ലേ? റൂട്ട് 2വിനെ നമുക്ക് എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റും. എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്, അസ്യൂം ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ സോൾവ് ചെയ്ത അവസാനം നമ്മുടെ റിസൾട്ട് എന്താണ്? എയ്ക്കും ബിക്കും കോമൺ ഫാക്ടറായ 2 ഉണ്ട്. ദാറ്റ് മീൻസ് ദിസ് റിസൾട്ട്സ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ അല്ലേ? വിച്ച് മീൻസ്, സോ അതിൽ നിന്ന് എന്ത് പറയാം? റൂട്ട് ഓർ സ്റ്റേറ്റ്മെൻറ്റ് പി ഇസ് ട്രൂ എന്ന് പറയാം അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് പി എന്താണ്? റൂട്ട് 2 ഇസ് ഇറാഷണൽ. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ ഈ സ്ഥാനത്ത് റൂട്ട് 7 ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റൂട്ട് 3 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? ലൈക്ക് a സ്ക്വയർ ഇസ് ഈക്വൽ ടു 3b സ്ക്വയർ എന്ന് വരും അല്ലേ? വിച്ച് മീൻസ് 3 ഡിവൈഡ്സ് ചെയ്യുന്നു വരും. സിമിലർലി ഇവിടെ 3 സ്ക്വയർ എടുത്ത് വരുമ്പോൾ എന്തായിരിക്കും? ലൈക്ക് a ഇസ് ഈക്വൽ ടു 3c. ദാറ്റ് മീൻസ് ഓൺ സ്ക്വയറിങ് വി വിൽ ബി ഗെറ്റിംഗ് 9c സ്ക്വയർ. അവിടെയും നമുക്ക് എന്ത് വരാം? ലൈക്ക് 3 ഇസ് എ കോമൺ ഫാക്ടർ ഫോർ a ആൻഡ് b എന്ന് വരും അല്ലേ? സോ അവിടെയും നമ്മൾ ഈ പറയുന്ന പോലെ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്പേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള വാല്യൂസ് ചേഞ്ച് ചെയ്യണമെന്നുള്ളൂ, മെത്തേഡ് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മളിവിടെ ഒന്നുകൂടിയും പറയുന്നു, അതായത് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വാട്ട് വി നീഡ് ടു പ്രൂവ് ദാറ്റ് റൂട്ട് 2 ഇസ് ഇറാഷണൽ. അതിനുവേണ്ടി നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ മെത്തേഡിൽ ഫസ്റ്റ് വി വിൽ അസ്യൂം ദാറ്റ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ ട്രൂ ആണെന്ന്, അതായത് റൂട്ട് 2 റാഷണൽ ആണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. റൂട്ട് 2 റാഷണൽ ആണെങ്കിൽ നമുക്കതിനെ എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റും, അതായത് എയ്ക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എ ഇസ് ഈക്വൽ ടു റൂട്ട് 2b എന്ന് എഴുതാം. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2b സ്ക്വയർ എന്ന് വരും. വിച്ച് മീൻസ് 2 ഡിവൈഡ്സ് എ സ്ക്വയർ, ദാറ്റ് ഇസ് 2 ഡിവൈഡ്സ് എ ഓൾസോ അല്ലേ? സോ 2 ഡിവൈഡ്സ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ? സോ എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നുള്ളതിനെ ഞാൻ മാത്തമാറ്റിക്കലി എ ഇസ് ഈക്വൽ ടു 2c വെർ c is another integer. Okay, where c is another integer. Okay, next on squaring what happened? a square is equal to 4c square എന്ന് വരും. That is 2b square is equal to 4c square where b square is equal to 2c square എന്ന് വന്നു. That is 2 divides b square which means 2 divides b also. ഇതിന് രണ്ടിനും എന്താ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത്? 2 എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ആണ് അല്ലേ? 2 എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ആണ്. വിച്ച് മീൻസ് നമ്മുടെ അസംഷൻ തെറ്റി. അതായത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത് റൂട്ട് 2 റാഷണൽ എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആ തെറ്റാണ്. അതിനർത്ഥം എന്താണ്? റൂട്ട് 2 ഇറാഷണൽ ആണ്. ക്ലിയർ? ഓക്കെ, സോ നൗ ഇൻവാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ കൗണ്ടർ എക്സാമ്പിൾ. അതായത് നമുക്ക് ഇവിടെ നമ്മൾ ഇൻവാലിഡിറ്റി എന്നാണ് പറഞ്ഞത് നമ്മൾ അല്ലേ? ഇത്രയും നേരം നമ്മൾ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്തത്, ഇനി ഇൻവാലിഡിറ്റി ആണ്. അതായത് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കൗണ്ടർ എക്സാമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ഇഫ് എ നമ്പർ is prime, if a number is odd, then it is prime. Okay, if a number is odd, then it is prime. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? ഇതിനെ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാം. അതായത് 3 എന്നുള്ള എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലോ, ഇഫ് യു ആർ ടേക്കിംഗ് എ നമ്പർ 3 is odd, 3 is prime. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു 8 എക്സാമ്പിൾ എടുത്താൽ മതി. നമുക്ക് ഓഡായിട്ടുള്ളൊരു നമ്പർ എടുക്കാം, 9 എടുക്കാം അല്ലേ? 9 എന്ന് പറയുന്ന എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 9 ഓഡാണ്, പക്ഷെ അത് പ്രൈം ആണോ? അല്ല. സോ ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്റ്റ് ചെയ്യണമെന്നല്ല, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആകുന്നു. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയോ തിയറി പാർട്ട്? സോ ഇത്രയേ ഉള്ളൂ തിയറി പാർട്ട്. നമ്മുടെ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റേഷൻ ആണ്. നമുക്ക് നോക്കിയാലോ 1 by 1. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ്
is a statement. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? നമുക്ക് എപ്പോഴാണ് സ്റ്റേറ്റ്മെൻ്റ് ആകുന്ന ഒരു സെൻറ്റൻസ് എപ്പോഴാണ് സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്? ഇറ്റ് ഷുഡ് ബി ഐദർ കംപ്ലീറ്റ്ലി ട്രൂ ഓർ കംപ്ലീറ്റ്ലി ഫോൾസ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് ഒരു സെൻറ്റൻസ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കാം. 275 is a perfect square. So 275 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഇത് കംപ്ലീറ്റ്ലി ട്രൂവോ ഫോൾസോ ആകുമ്പോഴാണ് ഇത് സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്. സോ ദിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, മാത്തമാറ്റിക്സ് ഇസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്. മേ ബി നിങ്ങൾക്കത് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആകാം, പക്ഷേ എനിക്ക് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആകണമെന്നില്ല, അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ അത് ഒരു ഓക്കെ സബ്ജക്റ്റ് ആയിരിക്കാം. സോ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് വേരീസ് അല്ലേ? നമുക്കതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ട്രൂവോ കംപ്ലീറ്റ്ലി ഫോൾസോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് കേസ്, ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അതൊരു കമാൻഡാണ് അല്ലേ? അവിടെ ഇത് അപ്പോൾ കമാൻഡ്, എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ മാർക്സ്, ഇതൊന്നും മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് എ കമാൻഡ് ആൻഡ് ദിസ് ഇസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ടുഡേ ഈസ് റെയിനി. ആ ടുഡേ എന്നുള്ളത് സ്പെസിഫൈഡ് ആണോ? അല്ല, അത് ഓരോ ദിവസം വായിക്കുമ്പോൾ മാറിപ്പോവും അല്ലേ? സോ ടുഡേ എന്നുള്ളത് അവിടെ സ്പെസിഫൈഡ് അല്ല, ടൈം എന്ന് പറയുന്ന വേരിയബിൾ ആണ് അവിടെ വന്നേക്കുന്നത്, ഇസ്ന്റ് ഇറ്റ്? സോ അതുകൊണ്ട് ഈ ടുഡേ ഈസ് റെയിനി ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതും മാത്തമാറ്റിക്കൽ, അതായത് ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആയ ടുഡേ ഈസ് റെയിനി ഇസ് നോട്ട് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ? നൗ വെരിഫൈ ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് റൂട്ട് 2 ഈസ് റാഷണൽ. നമ്മൾ ഓൾറെഡി പ്രൂഫിനകത്ത് നമ്മുടെ തിയറി പാർട്ടിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് റൂട്ട് 2 ഇറാഷണൽ എന്നുള്ളത് കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുക? ഫസ്റ്റ് വി വിൽ ടേക്ക്, ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പി ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് പി ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും നോട്ട് പി ട്രൂ ആണെന്ന്. ദാറ്റ് മീൻസ് റൂട്ട് 2 റാഷണൽ ആണെന്ന് എടുക്കും. ഒരു നമ്പർ റാഷണൽ ആണെങ്കിൽ അതിനെ എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റും, വേർ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. ദെൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ സ്ക്വയറിങ് എടുക്കുന്നു. അവിടുന്ന് അവസാനം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു? എയ്ക്കും ബിക്കും 2 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. നമ്മൾ എന്ത് അസ്യൂം ചെയ്തത്? എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ലാന്ന്. സോ നമ്മുടെ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നു. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? റൂട്ട് 2 റാഷണൽ ആണെന്ന്. ആ അസംഷൻ തെറ്റാണ്, വിച്ച് മീൻസ് റൂട്ട് 2 is rational. Clear? Okay. Now next statement, അത് മാർച്ച് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ് എഴുതാനാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് എ ഡിവൈഡ്സ് ബി then b is a multiple of a. എന്താ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്? ഇഫ് എ ഡിവൈഡ്സ് ബി then b is a multiple of a. എന്താണ് കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? Q implies P എന്നാണ് വരുന്നത് അല്ലേ? നമ്മൾ പഠിച്ചത് P implies Qവിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് Q implies P എന്നാണ്. സോ അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും വരിക? ഇഫ് എ ഡിവൈഡ്സ് ബി then b is a multiple of a. കോൺവേഴ്സ് എങ്ങനെയായിരിക്കും? ഇഫ് b is a multiple of a then a divides b അല്ലേ? കോൺവേഴ്സ് എങ്ങനെ വരും? ഇഫ് b is a multiple of a then a divides b. ഓക്കെ, കോൺവേഴ്സ് എഴുതാൻ വളരെ എളുപ്പമാണ്. P implies Qവിൻ്റെ കോൺവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Q implies P ആണ്. ഓക്കെ, നൗ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്? 2 + 2 is equal to 4 or 6. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 2 + 2 is equal to 4 or 6 എന്ന്. ഓക്കെ, റൈറ്റ് ദ കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏത് കണക്റ്റീവ് അവിടെ യൂസ് ചെയ്തേക്കണേന്നൊന്ന് പറയാമോ? വി ഹാവ് യൂസ് ദ കണക്റ്റീവ് ഓർ എന്നുള്ളൊരു കണക്റ്റീവാണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ റൈറ്റ് ദ കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? 2 + 2 is equal to 4. അത് നമുക്കപ്പോൾ അതിൻ്റെ കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതാം Q where 2 + 2 is equal to 4 എന്നുള്ളത് ഒരു കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് കമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് 6 എന്ന് വിളിക്കാം. 2 + 2 is equal to 6. ഓക്കെ, ക്ലിയർ? ഫൈൻ. സോ ഫസ്റ്റ് സബ് പാർട്ട് നമ്മൾ ആൻസർ ചെയ്തു. നെക്സ്റ്റ്, ഈസ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ വൈ? ഓക്കെ, ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കണക്റ്റീവ് എന്താണ്? ഓർ ആണ് അല്ലേ? സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് P or Q എപ്പോഴാണ് ട്രൂ ആകുന്ന, ലൈക്ക് ഫോൾസ് ആകുന്ന കേസ് ഒരൊറ്റ കേസേ ഉള്ളൂ. ഓറിൻ്റെ 2 സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് P or Q ഫോൾസ് ആകുന്നത് അല്ലേ? സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2 + 2 is equal to
4. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലേ? 2 + 2 is equal to 6. അത് false ആണ്. That means statement Qവും Rഉം Q or R എടുക്കുകയാണെങ്കിൽ എന്താ വരിക? നമുക്കിവിടെ എഴുതാം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് Q ഉണ്ട്, R ഉണ്ട്, then Q or R. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് Q ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് R ഫോൾസ് ആണ്. Q or R ഫോൾസ് ആണോ? അതായത് ഈ Qओ Rओ ട്രൂ ആണെങ്കിൽ Q or R ട്രൂ ആയിരിക്കും അല്ലേ? അതായത് 2 + 2 is equal to 4 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സോ Q or R is ട്രൂ. ക്ലിയർ ആകുന്നുണ്ടോ? അത് എന്തുകൊണ്ട് ട്രൂ ആയെന്ന് മനസ്സിലായല്ലോ? തന്നിരിക്കുന്ന 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് R ആണ്, ലൈക്ക് ട്രൂ ആണ്, ആൻഡ് വി ഹാവ് യൂസ് എ കണക്റ്റീവ് ഓർ ആണ്. സോ P or Q അല്ലെങ്കിൽ Q or R ട്രൂ ആകും. Q is true, R is false, Q or R is true. Okay, clear? Now, next, here write the negation of the statement every natural number is greater than 0. Negation എഴുതാൻ ഭയങ്കര എളുപ്പമല്ലേ നമുക്ക്? അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് പി ആണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ നോട്ട് പി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗേഷൻ ആയി അല്ലേ? ഡിനയൽ ഓഫ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ് നെഗേഷൻ എന്ന് പറയുന്നത്. സോ റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എവറി നാച്ചുറൽ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 0. എന്തായിരിക്കും അതിൻ്റെ നെഗേഷൻ? വെരി സിമ്പിൾ. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നു, എവറി നാച്ചുറൽ നമ്പർ is greater than 0. ഓക്കെ, അങ്ങനെയെങ്കിൽ നെഗേഷൻ പി എന്നുള്ളത് നമ്മൾ നോട്ട് പി എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. isn't it? സോ നോട്ട് പി എന്തായിരിക്കും? എവറി നാച്ചുറൽ നമ്പർ ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? എവറി നാച്ചുറൽ നമ്പർ is not greater than 0. ഓക്കെ, ഇത് 2021 സെപ്റ്റംബറിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഫൈൻ. നൗ റൈറ്റ് ദ കോൺവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എ നമ്പർ n² is even, then n is even. അതായത് n² എന്ന് പറയുന്ന നമ്പർ ഈവൻ ആണെങ്കിൽ n ഈവൻ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവും കോൺവേഴ്സും എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് P implies Q എന്ന് വിളിക്കാം അല്ലേ? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് P implies Q എന്ന് വിളിക്കാം. അതിൻ്റെ കോൺവേഴ്സ് എന്താണ്? കോൺവേഴ്സ് ഓഫ് P implies Q is Q implies P അല്ലേ? കോൺവേഴ്സ് എന്ന് പറയുന്നത് Q implies P ആണ്. ഇഫ് a number n² is even, then n is even. അതിൻ്റെ കോൺവേഴ്സ് എന്തായിരിക്കും? ഇഫ് n is even, then the number n² is even അല്ലേ? if n is even, if number n is even, then n² is even. ഓക്കെ, അപ്പം P implies Qവിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ Q implies P ആണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ നമ്പർ n² is even, then n is even എന്നാണ്. അതിൻ്റെ കോൺവേഴ്സ് എന്തായിരിക്കും? ഇഫ് നമ്പർ n is even, then n² is even. ക്ലിയർ? ഓക്കെ, നൗ ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. കോൺവേഴ്സ് എഴുതി, ഇനി കോൺട്രാപോസിറ്റീവും കൂടി ഉണ്ട്. P implies Qവിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്താണ്? നെഗേഷൻ Q implies നെഗേഷൻ P എന്നാണ് അല്ലേ? നെഗേഷൻ Q implies നെഗേഷൻ P. So not Q implies not P. That means if n is not even, then n² is not an even number അല്ലേ? If n is not an even number, then n² is not even അല്ലേ? അതായത് Qവിൻ്റെ നെഗേഷനും എടുത്തു, Pൻ്റെ നെഗേഷനും എടുത്തു. So what will be getting? If n² is not an even number, then if n is not an even number, then n² is not an even number, or n² is not even. Okay, n² is not even. Clear? നമ്മളപ്പം ഈ സബ് ക്വസ്റ്റിൻ്റെ 2 ആൻസർ ചെയ്ത് കഴിഞ്ഞു, ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. ഇത് കോൺവേഴ്സ് ആണ്. P implies Qവിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് Q implies P ആണ്, ആൻഡ് P implies Qവിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് നെഗേഷൻ Q implies നെഗേഷൻ P ആണ്. ഓക്കെ, ക്ലിയർ? നൗ
Using contradiction method, prove that root 2 is irrational. മോഡൽ 2021 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് അത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ കോൺട്രഡിക്ഷൻ മെത്തേഡ് മാത്രം അറിയാമെങ്കിൽ നമുക്ക് ഇത് സുഖമായിട്ട് സോൾവ് ചെയ്യാമല്ലോ, ഇല്ലേ? നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതായത് കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യണേ? പി ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? പി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ എന്താണ്? വി വിൽ അസ്യൂം നോട്ട് പി ഇസ് ട്രൂ. അവിടെ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് വി വിൽ ബി റീച്ചിങ് എ റിസൾട്ട്, അല്ലേ? നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? ഇറ്റ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. നമ്മുടെ അസംഷൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടിലായിരിക്കും. ഇറ്റ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. സോ നമ്മുടെ അസംഷൻ റോങ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് വരും. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? നോട്ട് പി ട്രൂ ആണെന്ന്. വിച്ച് മീൻസ് പി ട്രൂ ആണെന്ന് നമുക്ക് അവിടെ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ. നൗ മാർച്ച് 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് നമ്മുടെ മാത്തമാറ്റിക്കൽ റീസണിംഗ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. എന്താ സ്റ്റേറ്റ്മെന്റ്? ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. ദാറ്റ് ഈസ്, ഇതാണ് നമ്മുടെ പി ഇംപ്ലൈസ് ക്യൂ. നമുക്ക് എന്താ എഴുതേണ്ടത്? കോൺട്രാപോസിറ്റീവ് ആണ്. സോ കോൺട്രാപോസിറ്റീവ് എന്തായിരിക്കും? നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. എങ്ങനെയായിരിക്കും വരിക? ഇതാണ് നമ്മുടെ പി, ഇതാണ് നമ്മുടെ ക്യൂ, അല്ലേ? ഇഫ് പി ദെൻ ക്യൂ. സോ ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. സോ നെഗേഷൻ ക്യൂ നെഗേഷൻ പി എന്തായിരിക്കും? ഇഫ് എ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9, അല്ലേ? ഇഫ് എ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 9. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ്. സോ ഇഫ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നാണ്. സോ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ്. ദാറ്റ് മീൻസ് ഇഫ് എ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. ഓക്കെ, ക്ലിയർ? നൗ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. എന്താ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ? ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഇസ് ഇറാഷണൽ. നമ്മൾ റൂട്ട് 2 എങ്ങനെയാണ് ഇറാഷണൽ എന്ന് ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അല്ലേ? അതായത് ഇവിടെ റൂട്ട് 5 ഇറാഷണൽ എന്ന് പറയുമ്പോൾ വി വിൽ ബി ടേക്കിംഗ് റൂട്ട് 5 ആസ് എ റാഷണൽ നമ്പർ. ദാറ്റ് മീൻസ് റൂട്ട് 5 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ബൈ ബി ഫോർമുല. സോ ഇവിടെ വരുന്ന എന്ത് വരും? എ ഇസ് ഈക്വൽ ടു റൂട്ട് 5 ബി എന്ന് വരും. സോറി, എ ഈസ് ഈക്വൽ ടു റൂട്ട് 5 ബി വരും. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ബി സ്ക്വയർ എന്ന് വരും. ദാറ്റ് മീൻസ് 5 ഡിവൈഡ്സ് എ എന്ന് വരും, ഇസ്ന്റ് ഇറ്റ്? അവിടെ അപ്പം നമുക്ക് സോൾവ് ചെയ്തെത്തുമ്പോൾ എന്താ വരാൻ പോകുന്നത്? 5 എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കോമൺ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? റൂട്ട് 5 ഒരു റാഷണൽ നമ്പറാണ്. എ ബൈ ബി ഫോമാറ്റിൽ എഴുതാൻ പറ്റും. എയ്ക്കും ബിക്കും വേറെ കോമൺ ഫാക്ടർ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തെത്തുന്നത്. പക്ഷേ ലാസ്റ്റ് നമ്മൾ റിസൾട്ടിൽ എങ്ങനെ എത്തുക? 5 എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഒരു കോമൺ ഫാക്ടർ ആയിട്ട് വരും. സോ അവിടെ നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മുടെ റിസൾട്ട് നമ്മുടെ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്തു. അതായത് റൂട്ട് 5 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ അല്ല, പകരം റൂട്ട് 5 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. ക്ലിയർ? സോ കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നൗ അടുത്തത് മോഡൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതിലും നമുക്ക് നോക്കിക്കേ. സെക്കൻഡ് പാർട്ട് എന്താ വരുന്നത്? കോൺട്രഡിക്ഷൻ മെത്തേഡ് അനുസരിച്ച് റൂട്ട് 7 ഇറാഷണൽ ആണെന്ന് കാണിക്കാനാണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എന്താണെന്നാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. സോ ദിസ് ഇസ് ആ സ്റ്റേറ്റ്മെന്റ് പി, അല്ലേ? സോ നെഗേഷൻ പി എന്തായിരിക്കും? ഓൾറെഡി നോട്ട് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഡിനയലാണ്. അപ്പോൾ എന്തായിരിക്കാം? ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്നായിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റിൽ നോട്ട് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ നോട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ട് ഇല്ലാന്നാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് അതിൻ്റെ ഡിനയൽ അല്ലെങ്കിൽ നോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. ക്ലിയർ? സോ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്നാണ്. അതിൻ്റെ നെഗേഷൻ എന്താണ് വരുന്നത്? ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്നാണ്. ക്ലിയർ? ഓക്കെ. നൗ ടു ദ നെക്സ്റ്റ്
ഇവിടെ മാർച്ച് 2019 ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രാ പോസിറ്റീവ് എഴുതാൻ. ഇത് നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു അല്ലേ. ഇവിടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ എന്താ വന്നിരിക്കുന്നത്? കോൺട്രഡിക്ഷൻ മെത്തേഡ് അനുസരിച്ച് √7 ഇറാഷണൽ ആണ്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അവിടെ ചോദിച്ചിരുന്നത് സെക്കൻഡ് സബ് പാർട്ടിൽ √5 ഇറാഷണൽ ആണെന്ന് കാണിക്കാനാണ്. ഇവിടെ ഫസ്റ്റ് പാർട്ട് രണ്ടിടത്തും സെയിം ആണ്. സെക്കൻഡ് പാർട്ടിനകത്ത് √5 പകരം √7 ആണ്. എഗെയിൻ കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഇതൊന്നുകൂടി നോക്കിയാലോ. അതായത് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രാ പോസിറ്റീവ് നോക്കാനാണ്. ദാറ്റ് മീൻസ് ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9 then it is divisible by 3. ലൈക്ക് കോൺട്രാ പോസിറ്റീവ് എന്താണ്? നെഗേഷൻ Q implies നെഗേഷൻ P. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും വരിക? ഇഫ് എ നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 9. അതായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലൈക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൂവ് ചെയ്യാൻ അറിയാലോ കോൺട്രഡിക്ഷൻ മെത്തേഡ് അനുസരിച്ച്. isn't it? സോ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തിയറിയും നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി. ഈ ചാപ്റ്റർ ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട അല്ലേ. നമ്മൾ കുറച്ചൊരു സമയം കൊടുത്തിട്ട് അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് മെയിൻലി നോക്കേണ്ടത് ഈ പറയുന്ന പോലെ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് പ്രൂവ് ചെയ്യാനുള്ളതൊന്ന് നോക്കി പോവുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ്, എപ്പോഴാണ് ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ആകുന്നത്, ഡിനയൽ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും, സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും എഴുതാനാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സുഖമായിട്ട് നമുക്ക് 4 മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ ഇസ് വെരി ക്ലിയർ ടു യു ആൻഡ് ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.